ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം, എടവണ്ണ. നിലമ്പൂരിന്റെ വികസനത്തിൽ നഗരസഭാ ഭരണസമിതിയെയും പ്രതിപക്ഷത്തെയും കടന്നാക്രമിച്ച് നിലമ്പൂർ വികസന സമിതി. കഴിഞ്ഞ 5 വർഷം നഗരസഭാ ഭരണവും സംസ്ഥാന ഭരണവും ഒരു മുന്നണിയായിട്ടും വികസനം സാധ്യമായില്ലെന്നും പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനവും ആശാവഹമായില്ലെന്നും നിലമ്പൂർ വികസന സമിതി ആരോപിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ കാര്യങ്ങൾ പരിശോധിച്ചാൽ വേണ്ടത്ര ആശാവഹമായ രൂപത്തിലല്ല പ്രവർത്തനങ്ങൾ നടന്നത്. ഭരണപക്ഷമായാലും ശരി പ്രതിപക്ഷമായാലും ശരി ബിലോ ആവറേജ് ലെവലിലാണ് കാര്യങ്ങൾ നീക്കിയത്. അപ്പോൾ ഇതിൽ നിന്ന് മാറ്റം അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് നിലമ്പൂർ വികസന സമിതി വികസന രേഖ വിഷൻ 2030 നിലമ്പൂർ എന്ന പേരിൽ നിലമ്പൂരിന്റെ സമഗ്രമായ വികസനത്തിന് നിസ്തുലമായ പങ്ക് നൽകാൻ പറ്റുന്ന ഒരു സൂചക ഫലകം ഒരു രേഖയായി പൊതുജന സമക്ഷം സമർപ്പിക്കുന്നത്. അതിന്റെ മുന്നോടിയായിക്കൊണ്ടാണ് ഈ പത്രസമ്മേളനം നാം സംഘടിപ്പിക്കുന്നത്. ഇനി വിവിധ രാഷ്ട്രീയ പാർട്ടികളെയും മുന്നണികളെയും സ്ഥാനാർത്ഥികളെയും എല്ലാം നമ്മൾ ഈ രേഖകളുമായി സമീപിക്കുന്നുണ്ട്, കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രകടന പത്രികയുടെ കോപ്പി നമ്മളും സ്വീകരിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഫയലിൽ വെക്കുന്നുണ്ട്. കാര്യങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കും. ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ വികസന സമിതി മുൻപന്തിയിലുണ്ടാകും. നിലമ്പൂർ നഗരസഭാ ഭരണസമിതിയും പ്രതിപക്ഷവും നിലവാരം പുലർത്തിയില്ല. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാൻ ശുഷ്കാന്തി കാണിച്ചില്ല. വികസനവും ക്ഷേമ പ്രവർത്തനങ്ങളും നടത്തുന്നതിൽ ഭരണപക്ഷം പരാജയപ്പെട്ടപ്പോൾ തിരുത്തൽ ശക്തിയാവാൻ പ്രതിപക്ഷത്തിന് സാധിച്ചില്ലെന്നും നിലമ്പൂർ വികസന സമിതി വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. നാടിന്റെ വികസനം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നവരെ തെരഞ്ഞെടുപ്പിൽ മുന്നണികൾ മത്സരിപ്പിക്കണമെന്നും അത്തരക്കാരെ വിജയിപ്പിക്കാൻ വോട്ടർമാർ ജാഗ്രത കാണിക്കണമെന്നും വികസന സമിതി ആവശ്യപ്പെട്ടു. നഗരസഭയിലെ മിക്ക റോഡുകളും സഞ്ചാരയോഗ്യമല്ലാത്ത വിധം തകർന്ന നിലയിലാണ്. നിർമ്മാണം പൂർത്തീകരിച്ച് കേവലം മാസങ്ങൾ പിന്നിടുമ്പോൾ റോഡുകൾ തകരുന്ന അവസ്ഥയിലാണ്. ഇത് നിർമ്മാണത്തിലെ അഴിമതിയും അപാകതയുമാണെന്ന് വികസന സമിതി അഭിപ്രായപ്പെട്ടു. എല്ലാ കാര്യത്തിലും ആമാന്തം കാണിക്കുകയും മുൻ ഭരണാധികാരികളെ കുറ്റപ്പെടുത്തി മുന്നോട്ട് പോകുന്ന സമീപനം ഭരണപക്ഷം, എന്നാൽ ഇതൊക്കെ ഒരുക്കൂട്ടിയിട്ട് കുറ്റപത്രം സമർപ്പിക്കാൻ പ്രതിപക്ഷം. ഇതല്ല നാടിന് ആവശ്യം. വളരെ ദ്രുതഗതിയിൽ ചലിക്കുന്ന ഭരണ സംവിധാനമാണ് നാടിന് ആവശ്യം. കാരണം ഈ ഭരണം, വികസനം, പുരോഗതി എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്രമല്ല നമ്മുടെ മക്കൾക്കും വരും തലമുറകൾക്കും കൂടി അനിവാര്യമാണ്, അത്യന്താപേക്ഷിതമാണ്. ഒരു കാര്യം നിങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ട് കാണും. ഇവിടെ നിർമ്മാണം കഴിഞ്ഞ് 1-2 മാസങ്ങൾക്ക് ശേഷം എല്ലാ റോഡുകളും പൊളിയുകയാണ്. വികസന സമിതി ഒരു കാര്യം അച്ചുട്ടായി പറയുകയാണ്: ഇനി മേലിൽ ഒരു റോഡ് നിർമ്മാണം കഴിഞ്ഞ് അകാരണമായും അകാലത്തിലും അഴിമതി കാരണവും കെടുകാര്യസ്ഥത മൂലം പൊളിഞ്ഞു പോയാൽ ആ പ്രവൃത്തി നടത്തിയ കോൺട്രാക്ടറെയും ആ പ്രവൃത്തിക്ക് ചൂട്ടുപിടിച്ച എഞ്ചിനീയറെയും ഞങ്ങൾ വെറുതെ വിടുകയില്ല, അവരെ ഏത് വിധേനയും നേരിടും എന്നാണ് പറയാനുള്ളത്. നിലമ്പൂരിന്റെ സമഗ്ര വികസനത്തിന് വികസന രേഖാ വിഷൻ 2030 വികസന സമിതി പ്രഖ്യാപിച്ചു. ജനങ്ങളോടും നാടിനോടും പ്രതിബദ്ധതയും സത്യസന്ധരും കാര്യശേഷിയും വികസന കാഴ്ചപ്പാടുമുള്ള വ്യക്തികളെ സ്ഥാനാർത്ഥിയാക്കുക, പ്രകടന പത്രികയിൽ നടപ്പിലാക്കുവാൻ സാധിക്കുന്ന പദ്ധതികളും സേവനങ്ങളും മാത്രം ഉൾപ്പെടുത്തുക തുടങ്ങിയവയാണ് വിഷൻ 2030 പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് കെട്ടിടം ആധുനിക സൗകര്യത്തോടെ അടിയന്തരമായി നിർമ്മിക്കണം. നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ ആധുനിക സൗകര്യത്തോടെ ടോയ്ലറ്റ്, ക്ലോക്ക് റൂം, ചാലിയാർ, കരിമ്പുഴ, കുതിരപ്പുഴ എന്നിവിടങ്ങളിൽ റിവർ ഫ്രണ്ട്, സായാഹ്ന പാർക്ക്, നഗരത്തിൽ ടൂറിസം ഇൻഫർമേഷൻ കൗണ്ടർ എന്നിവ ഉടൻ യാഥാർത്ഥ്യമാക്കണം. വന്യമൃഗങ്ങളിൽ നിന്ന് കർഷകരെയും നാടിനെയും രക്ഷിക്കാൻ വനവകുപ്പുമായി ചേർന്ന പദ്ധതി വേണം. തെരുവുനായ ശല്യത്തിന് സ്ഥിരപരിഹാരം കാണണം. ശുചിത്വ നിലമ്പൂരിന്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ ഡസ്റ്റ്ബിൻ, പൊതു ശൌചാലയങ്ങൾ എന്നിവ സ്ഥാപിക്കണം. ഭൂരഹിതരായ കുടുംബങ്ങൾക്ക് ഫ്ളാറ്റ് സംവിധാനം തുടങ്ങിയ പദ്ധതികളും നിലമ്പൂർ വികസന സമിതി ഉന്നയിക്കുന്നുണ്ട്.
മദ്യം മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ ശക്തമായ ബോധവൽക്കരണവും ജാഗ്രതാ സമിതികളും സംഘടിപ്പിക്കുക, ലഹരിക്കടിമപ്പെട്ട വ്യക്തികളെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പദ്ധതികൾ ആവിഷ്കരിക്കുക, യുവതീയുവാക്കൾക്ക് വിവിധ തൊഴിൽ പരിശീലനം നൽകാൻ പദ്ധതി തയ്യാറാക്കുക, പ്രൊഫഷണൽ സിവിൽ സർവീസ് മേഖലകളിൽ വ്യക്തിത്വങ്ങളെ വാർത്തെടുക്കാൻ പദ്ധതി തയ്യാറാക്കുക, KNG റോഡ് വീതി വർദ്ധിപ്പിച്ച് ഗതാഗത യോഗ്യമാക്കുവാനും നിലമ്പൂർ ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമാക്കുവാനും വകുപ്പ് തലത്തിൽ സമ്മർദ്ദം ചെലുത്തുക, നഗരത്തിൽ റിംഗ് റോഡ് നിർമ്മിക്കുക, വ്യാപാര വ്യവസായ സംഘടനകളുമായി യോജിച്ച് പദ്ധതികൾ തയ്യാറാക്കി വാണിജ്യം പുഷ്ടിപ്പെടുത്തുക, ഗുരുതര രോഗികൾ, നിർധനരായ വിധവകൾ, ഭിന്നശേഷിക്കാർ, വിദ്യാർത്ഥികൾ, അപകടം സംഭവിക്കുന്നവർ തുടങ്ങിയവരെ അടിയന്തരമായി സഹായിക്കുവാൻ ചെയർമാന്റെ പേരിൽ ദുരിതാശ്വാസ നിധി രൂപീകരിക്കുക, MP, MLA, ജില്ലാ പഞ്ചായത്ത് എന്നിവരുടെ സഹകരണത്തോടെ ജില്ലാ ആശുപത്രിയുടെ വികസനം പൂർത്തീകരിക്കുക, ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിന് സൗകര്യപ്രദമായ സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കാൻ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും നിലമ്പൂർ വികസന സമിതി ആവശ്യപ്പെടുന്നുണ്ട്. ഈ വരുന്ന ഭരണസമിതി അത് ഭരണപക്ഷത്തുള്ളവരായാലും പ്രതിപക്ഷത്തുള്ളവർ ആരായാലും വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് കൃത്യമായ ഒരു അജണ്ട വെച്ചുകൊണ്ട് പ്രവർത്തിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ചില മാർഗനിർദ്ദേശങ്ങൾ മാത്രം. ഈ വികസനം എന്ന് പറയുന്നത് ഗാന്ധിജി പറയുകയുണ്ടായി, രാഷ്ട്രീയം രാഷ്ട്രത്തിന് വേണ്ടിയുള്ളതാണ്. അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് രാഷ്ട്രം എന്ന ആ കൺസെപ്റ്റ് മാറ്റി അവരവർക്ക് വേണ്ടി, അവരവരുടെ പാർട്ടിക്ക് വേണ്ടി എന്നുള്ളതിലേക്ക് ഒതുങ്ങിയത് കൊണ്ടാണ് ഈ വികസന സമിതി രൂപീകരിക്കേണ്ടി വന്നതും ഞങ്ങളുടെ പ്രവർത്തനം ഈ രീതിയിലാക്കേണ്ടി വന്നതും. ഇവിടെയുള്ളതായ പ്രതിപക്ഷവും ഒട്ടും ആശാവഹമായ രീതിയിലല്ല അവരുടെ പങ്ക് നിർവഹിച്ചിട്ടുള്ളത് എന്നാണ് പറയാനുള്ളത്. വാർത്താ സമ്മേളനത്തിൽ നിലമ്പൂർ വികസന സമിതി പ്രസിഡന്റ് അഹമ്മദ് കുട്ടി കാപ്പിൽ, RK മലയത്ത്, KRC നിലമ്പൂർ, സുരേഷ് മങ്ങാട്ടുതൊടിക തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും. ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം. കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം. അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും. അതുകൊണ്ടിനി കൂടുതൽ സമ്പാദ്യം, കൂടുതൽ സന്തോഷം, കൂടുതൽ ആഘോഷങ്ങൾ. എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് by Shobhika Weddings.